ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ പോകുന്നു. അതായത് അമേരിക്കയ്ക്ക് ഇനി ഇന്ത്യയെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് അവർ ഏതാണ്ട് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു. ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യക്ക് സ്ട്രോങ് ആയിട്ടുള്ള ചില സൗഹൃദങ്ങളുണ്ട്, പ്രത്യേകിച്ച് റഷ്യയുമായിട്ടും ചൈനയുമായിട്ടും. ഇത്തരത്തിലുള്ള സൗഹൃദത്തിൽ നിൽക്കുന്ന ഇന്ത്യയെ ഉപരോധങ്ങൾ പറഞ്ഞ് അല്ലെങ്കിൽ ടാക്സ് വർദ്ധിപ്പിച്ചൊക്കെ തന്നെ പേടിപ്പിക്കാമെന്നുള്ള അമേരിക്കയുടെ ചിന്താഗതി പൊളിയുന്നു. കൂടാതെ എണ്ണ വാങ്ങുന്നതിനുള്ള ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഇന്ത്യയെ തകർക്കാമെന്ന് ശ്രമിച്ചു, അതും തകർന്നു. ഇപ്പോൾ സ്വതന്ത്ര വ്യാപാര കരാറുമായിട്ട് ഇന്ത്യ പല രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. നേരത്തെ തന്നെ ബ്രിട്ടനുമായിട്ട്, അതായത് യൂറോപ്യൻ രാജ്യമാണ്, ബ്രിട്ടനുമായിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഇന്ത്യ ഒപ്പിട്ടു. ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകാൻ പോകുന്ന ഒമാനിലേക്കാണ്. അവിടെയും നീക്കം വളരെ കൃത്യമാണ്. ഒമാനും ഇന്ത്യയും തമ്മിൽ ഒരു സ്വതന്ത്ര വ്യാപാര കരാർ. കൂടാതെ യൂറോപ്പിലെ പല രാജ്യങ്ങളുമായിട്ട് ഇന്ത്യൻ വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെട്ടു വരുന്നു. ഇതോടുകൂടി അമേരിക്കയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ബ്രിട്ടനെ പോലെ അല്ലെങ്കിൽ ജപ്പാനെ പോലെ തങ്ങളോട് വിധേയത്വമുള്ള ഒരു രാജ്യമാക്കി ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ള പ്ലാൻ അവസാനിപ്പിക്കണം, ഒഴിവാക്കണം. ഇതിന് കൃത്യമായി നിർദ്ദേശം നൽകിയത് ഡീപ് സ്റ്റേറ്റ് ആണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റായിട്ട് ഡൊണാൾഡ് ട്രംപ് വന്നപ്പോൾ എക്കാലത്തും അമേരിക്കയെ നിയന്ത്രിച്ചിരുന്ന ഡീപ് സ്റ്റേറ്റിനെ ഒരു പടിവാതിക്കൽ അകലേക്ക് നീക്കി നിർത്തിയിരുന്നു. പക്ഷേ ട്രംപിന്റെ മണ്ടത്തരം നിറഞ്ഞ പല തീരുമാനങ്ങളും ആ രാജ്യത്തെ ജനങ്ങൾക്ക് തന്നെ ദോഷകരമായി വന്നപ്പോൾ പതിയെ പതിയെ ഡീപ് സ്റ്റേറ്റ് ഈ നിയന്ത്രണം ഏറ്റെടുക്കുന്നു, ട്രംപിനെ പോലും തങ്ങളുടെ ചൊൽപ്പടിക്ക് നിർത്തുന്നു. അങ്ങനെയുള്ള ഡീപ് സ്റ്റേറ്റ് പറയുന്നത് തൽക്കാലം ഇന്ത്യയെ വെറുപ്പിക്കരുത്, ഇന്ത്യയുമായിട്ടുള്ള നല്ല ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണം. അല്ലെങ്കിൽ സംഭവിക്കുന്നത് ഇന്ത്യ റഷ്യയുമായിട്ട് കൂടുതൽ അടുക്കും. സ്വാഭാവികമായിട്ട് USSRമായിട്ട് അല്ലെങ്കിൽ റഷ്യയുമായിട്ട് ഇന്ത്യക്ക് എത്രയോ കാലമായിട്ടുള്ള അടുപ്പമാണ്. അത് സൈനിക സാമ്പത്തിക മേഖലകളിലൊക്കെ തന്നെ പരസ്പരം ടെക്നോളജി കൈമാറുന്ന തരത്തിലുള്ള അടുപ്പം വരെയുണ്ട്. ഇപ്പം നമുക്കറിയാം, 5ാം തലമുറ യുദ്ധവിമാനം നമ്മൾ വാങ്ങണമെന്ന് ആഗ്രഹിക്കുകയാണ്. Su-57E എന്ന് പറയുന്ന റഷ്യൻ വിമാനം നൽകാൻ തയ്യാറാണെന്ന് വ്ളാഡിമിർ പുടിൻ്റെ ഇന്ത്യ സന്ദർശന വേളയിൽ റഷ്യ സമ്മതിച്ചു. മാത്രമല്ല, പുടിൻ തിരികെ റഷ്യയിലേക്ക് പോയതിനു ശേഷം മോസ്കോയിൽ നിന്ന് ഒരു ഗംഭീര അറിയിപ്പ് നൽകിയാണ്. ഈ Su-57E എന്ന് പറയുന്ന 5ാം തലമുറ യുദ്ധവിമാനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഇസ്രേലിയ 177 എന്ന് പറയുന്ന എഞ്ചിന്റെ ടെക്നോളജി ഇന്ത്യക്ക് നൽകാമെന്ന്. എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ ഇന്ത്യയിൽ റഷ്യയുമായി സഹകരിച്ച് നമ്മൾ എഞ്ചിൻ നിർമ്മിക്കുന്നു. അപ്പോൾ ഇന്നലെ വരെ മറ്റ് രാജ്യങ്ങളെ എഞ്ചിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഇന്ത്യ നാളെ എഞ്ചിൻ നിർമ്മിച്ച് മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കും. തേജസ് യുദ്ധവിമാനത്തിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ എത്രയോ കാലമായിട്ട് നെയ്തെടുത്ത ഒരു സ്വപ്നമാണ് 4.5 ജനറേഷനിൽ ഉൾപ്പെട്ട തേജസ് യുദ്ധവിമാനം. ഇതിൻ്റെ ഏതാണ്ട് 80% പാർട്സ് നമ്മൾ തന്നെ തയ്യാറാക്കി. പക്ഷേ എഞ്ചിൻ നിർമ്മിക്കാൻ സാധിച്ചില്ല. അതിന് വേണ്ടിയിട്ട് ജനറൽ ഇലക്ട്രിക്കൽ എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനിയെ നമ്മൾ സമീപിക്കുന്നു, എഗ്രിമെൻറ്റിൽ ഒപ്പിടുന്നു, നമുക്ക് എഞ്ചിൻ തരാമെന്ന് പറയുന്നു. പക്ഷേ ജോ ബൈഡൻ ഭരണകാലം മുതൽ തന്നെ ഈ എഞ്ചിനുകൾ നൽകാൻ പരമാവധി വൈകിപ്പിക്കുകയായിരുന്നു അമേരിക്കയുടെ തന്ത്രം. ഇന്ത്യ യുദ്ധവിമാനമൊക്കെ ഉണ്ടാക്കിക്കോ, പക്ഷെ അത് ഇപ്പോൾ വേണ്ട, കുറച്ച് വൈകിച്ചിട്ട് മതി എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇത് ട്രംപിൻ്റെ കാലത്തും ഉണ്ടായി. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? ഫ്രാൻസുമായിട്ട് ഇത്തരത്തിൽ എഞ്ചിൻ നിർമ്മിക്കുന്ന ഒരു പുതിയ കരാറിലേക്ക് ഏർപ്പെട്ടു. ഇപ്പോൾ ഇതാ റഷ്യയുമായിട്ട് പുതിയ കരാറിൽ ഏർപ്പെടുന്നു. മാത്രമല്ല, റഷ്യയുടെയും ഇന്ത്യയുടെയും സൈന്യങ്ങൾ തമ്മിൽ പരസ്പരം മുന്നറിയിപ്പില്ലാതെ ഈ എയർഫോഴ്സിനും അതുപോലെ തന്നെ നേവിക്കുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു ചെല്ലാനുള്ള ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ അവരെ ഞെട്ടിച്ചാണ്. ഇത്തരം ഒരു നീക്കം നടത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചു പോലുമില്ല. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ ഒരു കടിഞ്ഞാണിന് കുതിപ്പിടാനായിട്ട് ചില നീക്കങ്ങൾ നടത്താൻ അമേരിക്ക തീരുമാനിച്ചത്. മാത്രമല്ല, ഈ ഡൊണാൾഡ് ട്രംപ് ആദ്യമായിട്ട് അധികാരത്തിൽ വന്ന സമയത്ത് ക്വാഡ് സഖ്യത്തിനെ പുനരുജ്ജീവിപ്പിക്കാൻ എല്ലാ ശ്രമവും നടത്തി. ബ്രിട്ടനും ഓസ്ട്രേലിയയും അമേരിക്കയും ഇന്ത്യയും ചേർന്നാൽ നാവിക മേഖലയിൽ വലിയൊരു ശക്തിയാകുമെന്നൊക്കെ പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ ചൈനയെ വെല്ലുവിളിക്കുക തന്നെയായിരുന്നു ഉദ്ദേശം. അപ്പോൾ ചൈനയെ വെല്ലുവിളിക്കാൻ ഇങ്ങനെ ഒരു സഖ്യമൊക്കെ രൂപീകരിച്ചു, നല്ല രീതിയിൽ മുന്നോട്ട് പോയി, സംയുക്ത സൈനിക അഭ്യാസമൊക്കെ നടത്തി. പക്ഷേ വീണ്ടും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ ഈ ക്വാഡിനെ അത്രയധികം പുനരുജ്ജീവിപ്പിക്കാൻ താല്പര്യപ്പെട്ടില്ല. കാരണം നാവികസേനയിൽ ഇന്ത്യക്ക് വലിയൊരു കുതിപ്പുണ്ടാകുന്നു. അതിനി വേണ്ട, ഇന്ത്യയെ വേണമെങ്കിൽ മാറ്റി നിർത്തി ഇന്തോനേഷ്യ ഒന്ന് കൊണ്ടുവന്നാലോ, ഈ തരത്തിലുള്ള ആലോചനകളിലേക്ക് പോയി. പക്ഷേ നമ്മൾ യാതൊരു വിധത്തിലും പ്രതികരിച്ചില്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല, നമ്മളുടെ മേൽ റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കരുതെന്ന് പറഞ്ഞ് വലിയ ഉപരോധവും ഏർപ്പെടുത്തി. എന്നിട്ട് വേണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വാങ്ങിച്ചോളാനും പറഞ്ഞു. പക്ഷേ ഒരു കാരണവശാലും ഇറാനിൽ നിന്നോ വെനസ്വേലയിൽ നിന്നോ എണ്ണ വാങ്ങാനുള്ള അനുമതിയും നൽകിയില്ല. ഇതേ വെനസ്വേലയാണ് ഇപ്പോൾ അമേരിക്ക കയറി ആക്രമിക്കാൻ പോകുന്നത്. ലക്ഷ്യം അവിടുത്തെ എണ്ണപ്പാടങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ എണ്ണ നിക്ഷേപം തന്നെയാണ്. അതുകൊണ്ട് അമേരിക്കൻ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു തിട്ടൂരമാണ് നമുക്ക് നേരെ ഇറക്കിയത്. പക്ഷേ ഇന്ത്യ പറഞ്ഞു, ശരി, അമേരിക്കയുടെ എല്ലാ കാര്യങ്ങളും കേൾക്കാം, ഞങ്ങൾ ഞങ്ങളുടെ വ്യാപാര കരാറുമായിട്ട് ആയുധ ഇടപാടുകളുമായിട്ടൊക്കെ മുമ്പോട്ട് പോകും. ഇപ്പം ഇന്ത്യ ഒരു ആയുധം വാങ്ങുന്നു അല്ലെങ്കിൽ ഒരു യുദ്ധവിമാനം വാങ്ങുന്നു
വാങ്ങുന്നു വെച്ചു. അത് സ്വാഭാവികമായും വെസ്റ്റേൺ രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലാണെങ്കിൽ അതിനോട് യോജിക്കാൻ നമ്മൾ തയ്യാറല്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു ദശകത്തിനുള്ളിൽ, അതായത് ഇന്ത്യയുടെ ഭരണം പ്രധാനമന്ത്രിയായി വന്ന നരേന്ദ്രമോദിയുടെ കയ്യിൽ എത്തിയതിനു ശേഷം പല രാജ്യങ്ങളുമായിട്ട് കരാറിൽ ഒപ്പിടുമ്പോൾ നമ്മൾ അവിടുത്തെ ടെക്നോളജി കൂടി വാങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത്തരത്തിലാണ് വിവിധ യുദ്ധവിമാനങ്ങളുടെയും ആയുധങ്ങളുടെയും ഒക്കെ ടെക്നോളജി പല രാജ്യങ്ങളും ഇന്ത്യയുമായിട്ട് പങ്കുവെക്കുന്നത്. അത് അമേരിക്കയെ വല്ലാതെ ഭയപ്പെടുത്തി. കാരണം F-35 പോലെയുള്ള യുദ്ധവിമാനം മേടിച്ചാൽ അത് ഉപയോഗിക്കണമെങ്കിൽ പോലും അമേരിക്കയുടെ സമ്മതം വേണം. ഇവിടെ അങ്ങനെയൊന്നുമില്ല. ഒരു സ്വതന്ത്ര നിലപാടെടുക്കാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെ റഷ്യയും ഇന്ത്യയും തമ്മിൽ കൂടുതൽ അടുക്കുന്നത് അമേരിക്കയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു. അപ്പം നമുക്ക് മേൽ കുറച്ച് താരിഫ് ചുമത്തിക്കൊണ്ട് നമ്മളെ പേടിപ്പിക്കാമെന്നൊക്കെയുള്ള അമേരിക്കയുടെ ലക്ഷ്യം ഏതാണ്ട് പാളുന്നു എന്ന് അവർക്ക് തന്നെ സ്വയം മനസ്സിലാകുകയാണ്. മാത്രമല്ല, ഈ അമേരിക്കൻ തിട്ടൂരത്തിനനുസരിച്ച് നിൽക്കാത്ത ഒരേ ഒരു രാജ്യമായിട്ട് ഇന്ത്യ വളർന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ കണ്ട് അല്ലെങ്കിൽ ഇതിൽ ഇൻസ്പയർ ആകുന്ന ചില രാജ്യങ്ങളുണ്ട്. ഇപ്പം ഈജിപ്റ്റ്, അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക, ഈ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ചോദിക്കുകയാണ്, ഇന്ത്യയുടെ മേൽ അമേരിക്ക ഈ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നല്ലോ, അവരനുസരിക്കുന്നില്ലല്ലോ, പിന്നെ ഞങ്ങൾ എന്തിനാണ് അനുസരിക്കുന്നത്? ഈ രീതിയിൽ അമേരിക്കയുടെ നിയന്ത്രണം പോകുന്നു. ഇനി മറ്റൊരു രാജ്യമാണ് ഫ്രാൻസ്. ഫ്രാൻസിനും അമേരിക്കയുടെ നിലപാടുകളോട് വലിയ താല്പര്യമൊന്നുമില്ല. മാത്രമല്ല, ഇന്ത്യയുമായിട്ട് സൈനിക ആയുധ ഇടപാടുകളിൽ ഒപ്പുവെക്കാൻ അവർ തയ്യാറാകുന്നുണ്ട്. അമേരിക്കയെ പലപ്പോഴും വെല്ലുവിളിക്കുന്ന രാജ്യം കൂടിയാണ് ഫ്രാൻസ്. ഇത്തരത്തിൽ വെസ്റ്റേൺ ഗ്ലോബൽ ഡോമിനൻസിന് വലിയ തിരിച്ചടി നൽകാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുന്നു എന്നുള്ളത് ട്രംപിനെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു. അല്ലെങ്കിൽ ട്രംപിൻ്റെ മണ്ടത്തരം നിറഞ്ഞ നിലപാടുകൾ ആ രാജ്യത്തെ വല്ലാതെ ബുദ്ധിമുട്ടിലേക്ക് ആക്കുന്നു എന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന വാണിംഗ്. അതുകൊണ്ട് 50% തീരുവ വർദ്ധിപ്പിച്ച് ഇന്ത്യയെ കടക്കണിയിലാക്കാം, അല്ലെങ്കിൽ ഇന്ത്യയെ പേടിപ്പിക്കാം എന്നുള്ള നീക്കവുമായിട്ട് ഇനി മുന്നോട്ട് പോകണ്ട എന്ന് അമേരിക്ക തീരുമാനിക്കുകയാണ്. അല്ലെങ്കിൽ റഷ്യയുമായിട്ടുള്ള നമ്മുടെ സൗഹൃദം കൂടുതൽ ദൃഢപ്പെട്ടു വരും. അങ്ങനെയാണെങ്കിൽ നാളെ അമേരിക്കയ്ക്ക് ഭീഷണിയായിട്ട് റഷ്യയും ചൈനയും ഒക്കെ ഉണ്ട്. ഇപ്പം ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരുപാട് കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ട്, പ്രത്യേകിച്ച് അതിർത്തി മേഖലയിലെ സംഘർഷങ്ങളിലൊക്കെ തന്നെ. പക്ഷെ അതൊക്കെ തന്നെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഇടയ്ക്ക് അതിനൊരു പാലമായിട്ട് റഷ്യ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സ്വതന്ത്ര നിലപാട് സ്വീകരിക്കാനായിട്ട്, സ്വതന്ത്ര വ്യാപാര കരാർ എടുക്കാനായിട്ടൊക്കെ തന്നെ ആർജവം ഇന്ത്യക്കുണ്ട്. ഇത് അമേരിക്കയെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. ഇത്രയും കാലം ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ അമേരിക്ക പറഞ്ഞത് കേട്ട് US-ൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നതാണ്. അങ്ങനെ തന്നെ ഇന്ത്യയെ ഒപ്പം നിർത്താമെന്നാണ് കരുതിയത്. അങ്ങനെയാണ് ഈ പറയുന്ന ചൈനയ്ക്കെതിരായിട്ടുള്ള ഒരു ഉപകരണമായിട്ട് ഇന്ത്യയെ മാറ്റാൻ പല നീക്കങ്ങൾ നടത്തിയത്. എങ്ങനെയാണോ അമേരിക്ക ഒരു പ്രൊഡക്ഷൻ ഹബ്ബായിട്ട് ചൈനയെ വളർത്തിക്കൊണ്ട് വന്നത്, അതുപോലെ വൻതോതിൽ നിക്ഷേപമൊക്കെ ഇന്ത്യയിൽ നടത്താമെന്ന് പറഞ്ഞു. നമ്മളതൊക്കെ കേട്ടു എന്നല്ലാതെ അമേരിക്കയുടെ കാല് പിടിക്കാൻ പോയില്ല. മാത്രമല്ല, പിന്നീട് അവർ തന്നെ ചിന്തിച്ചു, ചൈന ഇപ്പോൾ വളർന്ന് അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയാണ്. നാളെ ഏഷ്യയിലെ മറ്റൊരു ശക്തിയായിട്ട് ഇന്ത്യയും വളർന്നാൽ വീണ്ടും ഒരു ഭീഷണിയായിട്ട് വരും. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രൊഡക്ഷൻ ഹബ്ബായിട്ട് അവരെ വളർത്തണ്ട എന്നുള്ള നീക്കം നടത്തുന്നു. പക്ഷേ ഇന്ത്യ പല രാജ്യങ്ങളുമായിട്ടും നല്ല രീതിയിൽ നയതന്ത്ര ബന്ധം പുലർത്തിക്കൊണ്ടിരിക്കുകയാണ്, വ്യാപാര കരാറുകൾ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, സൗഹൃദം വർദ്ധിപ്പിക്കുകയാണ്. ഇന്ത്യൻ ആയുധങ്ങൾക്ക് ലോക വിപണിയിൽ ആവശ്യക്കാർ ഏറി വരുന്നു. അതുകൊണ്ട് ഒരു കാര്യം US-ന് ബോധ്യമായി, ഇനി ഇങ്ങനെ ഇന്ത്യയെ കുഴപ്പിക്കാനായിട്ട് ചില പോളിസികൾ മുന്നോട്ട് വെച്ചാലോ ചില തീരുവകൾ ഏർപ്പെടുത്തിയാലോ സാധിക്കില്ല. അതുകൊണ്ട് ഒന്നുകിൽ ആ രാജ്യവുമായിട്ട് ഒത്തുചേർന്ന് പോകണം, അതല്ലെങ്കിൽ റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ ഈ ഇടപാടുകൾ അല്ലെങ്കിൽ സൗഹൃദം കൂടുതൽ ദൃഢമാകുന്നത് തടയണം. അപ്പോൾ റഷ്യ ഇന്ത്യ ബന്ധത്തെ കൂടുതൽ ദൃഢമാകുന്നത് തടയാനൊന്നും അമേരിക്കയ്ക്ക് പറ്റില്ല. ചൈനയുമായിട്ടുള്ള ബന്ധം തകർക്കാൻ കഴിയില്ല. പിന്നെ ഏകയുള്ള ആശ്വാസം എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം പുലർത്താം. കാരണം ഇന്ത്യ അമേരിക്കയിൽ നിന്ന് എണ്ണ മേടിക്കുന്നുണ്ട്, അവരിൽ നിന്ന് ആയുധം വാങ്ങുന്നുണ്ട്, അവരുമായിട്ടുള്ള ചില വ്യാപാര കരാറിൽ ഏർപ്പെടുന്നുണ്ട്. കാരണം ഒറ്റയടിക്ക് അമേരിക്കയെ തള്ളിക്കളയാനൊന്നും നമുക്ക് സാധിക്കില്ല. അവരുമായിട്ട് നല്ല ഒരു സൗഹൃദം വെച്ച് പുലർത്തിക്കൊണ്ട് പോകാൻ നമ്മൾ ശ്രമിക്കുന്നു. അതേസമയം തന്നെ ചൈനയുമായിട്ടും റഷ്യയുമായിട്ടും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും ഇതേ ബന്ധം പുലർത്തുന്നു. എന്തിന്? മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ട് അമേരിക്കയ്ക്കുള്ളതിനേക്കാൾ കൂടുതൽ സൗഹൃദം ഊട്ടിയുറപ്പിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായി കൂടിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി ഒമാൻ സന്ദർശിക്കാനായിട്ട് പോകുന്നു. അതിനുശേഷം അവിടെ നിന്ന് ബഹ്റിനിലേക്ക് പോകും, പിന്നീട് എത്യോപ്യ സന്ദർശിക്കും. ഒറ്റയടിക്ക് ആഫ്രിക്കൻ രാജ്യത്തേക്കും മിഡിൽ ഈസ്റ്റ് രാജ്യത്തേക്കും ഇന്ത്യയുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ ഇതിലൂടെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഒരു സ്വതന്ത്ര വ്യാപാര കരാറിലും നമ്മൾ ഒപ്പുവെക്കാൻ പോവുകയാണ്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. കുറച്ച് നാളായി അതിൻ്റെ വാർത്തകൾ, ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.